കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും അഭ്യർത്ഥന അതിരുദ്രാസന അധ്യക്ഷന്റെയും ബഹുമാനയുടെ വൈദികരുടെയും സന്യസ്തരുടെയും അനേകം ദൈവജനത്തിന്റെയും നേതൃത്വത്തിൽ ഈ നാടിനെ മുഴുവൻ അനുഗ്രഹിച്ച് പുണ്യപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നതായ തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്ത കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ സന്ധ്യയിൽ എത്തി നിൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്കായിരിക്കാം അസമാധാനത്തിൽ നിന്നും സമാധാനത്തിലേക്ക് ശാശ്വതമായ ഐക്യത്തിലേക്കും സഭയെ നയിച്ച ധന്യൻ മാറിവായൂർ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സന്തത സഹചാരിയായി നിന്ന് സഹനത്തിലൂടെ സഭയെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തിയ പുണ്യവാനും ഭാഗ്യസ്മരണാർഹനുമായ യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ വലിയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ കബറിൽ നമുക്കായിരിക്കാം. പദയാത്രികർ എല്ലാവർക്കും ഇപ്പോൾ ചുരുങ്ങിയമാക്കി അതിരുദ്രാസന തിരുവല്ല പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് നന്ദി അറിയിക്കുന്നു. അതേ തുടർന്ന് അഭ്യർത്ഥിക്കും തീർത്ഥാടകർക്ക് എല്ലാവർക്കും അല്പസമയം വിശ്രമിക്കാനുള്ളതായ സമയമുണ്ട്. കബറിന്റെ ഉള്ളിൽ അതിനുള്ളതായ ക്രമീകരണമുണ്ട്. കബർ ചാപ്പലിൽ വിശ്രമിക്കുവാനുള്ളതായ സമയമുണ്ട്. ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും വളരെ ചുരുങ്ങിയ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അതേ തുടർന്ന് സന്ധ്യ നമസ്കാരവും ഗോപ്രാർത്ഥന നടത്തിയാണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ സമാപിക്കുക. ഇപ്പോൾ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം അതിരുദ്രാസന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിബിൻ കെജുവും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ചുരുങ്ങിയ വാക്കിൽ നന്ദി അറിയിക്കുന്നു. അസമാധാനത്തിന്റെ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ വലിയ വെളിച്ചമായി വായു പ്രവാഹമായി കടന്നു വന്ന മലങ്കരയുടെ സൂര്യ തേജസ് ഭാരതീയമാൻ ധന്യൻ മറിവാനിയോസ് പിതാവിന്റെ നിഴലും പുനരൈക്യത്തിന്റെ സഹശില്പിയും പുണ്യശ്ലോകനും ഭാഗ്യ സ്മരണാർഹനുമായ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ 70ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധമായ തീർത്ഥാടന പദയാത്ര ഇപ്പോൾ ധന്യമായ പരിശുദ്ധമായ വിശുദ്ധമായ ഈ കബറങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നാം പിന്നിട്ട വഴികളിലെല്ലാം വിശുദ്ധിയുടെ വെളിച്ചം വീശിയാണ് തീർച്ചയായും ഈ പദയാത്ര ഇതുപോലൂടെ കടന്നു വന്നിരിക്കുന്നത്. ഈ പദയാത്ര ഏറ്റവും വിശുദ്ധമായി മാറിയതിൽ, ഏറ്റവും അനുഗ്രഹീതപ്രദമായി മാറിയതിൽ ഒരുപാട് സുമനസ്സുകൾ അഹോരാത്രം യത്നിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലയളവുകളിൽ രാത്രി പകലാക്കി വിയർപ്പൊഴുക്കി യത്നിച്ചതിന്റെ ഫലമാണ് തീർച്ചയായും ഏറ്റവും മനോഹരമായിട്ട് വിശുദ്ധമായി അനുഗ്രഹപ്രദമായിട്ട് ഈ പദയാത്ര നമുക്ക് അനുഭവവേദ്യമാക്കിയത്. ആദ്യം തന്നെ പദയാത്രയിൽ ആദ്യാവസാനമുണ്ടായിരുന്ന ഞങ്ങളുടെ നല്ലിടയം, ഞങ്ങളുടെ കാലുകൾക്ക് നല്ല പ്രാപകമായി മാറിയ തിരുവല്ല അതിരുദ്രാസന അധ്യക്ഷൻ അഭ്യർത്ഥ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയ്ക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതിരുദ്രാസന അധ്യക്ഷൻ ഐറേനിയസ് പിതാവ് ഏറെ സ്നേഹത്തോടെ അനുഗ്രഹീതമായ വിശുദ്ധമായ ഈ യാത്രയിൽ നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ ബലപ്പെടുത്തിയ തിരുവല്ല അതിരുദ്രാസന മുഖ്യവികാരി ഐസപ്പറക്കുലച്ചൻ ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ജനറൽ ഗിയോഗീസ് കുട്ടിലച്ചൻ ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. കോട്ടയം മേഖലയുടെ ഉദാത്തമായ സുദൃഢമായിട്ടുള്ള ശക്തമായിട്ടുള്ള സാന്നിധ്യം, സഹായം, സഹകരണം ഈ പദയാത്രയ്ക്ക് എടുത്തു പറയേണ്ടുന്നവയാണ്. ഒറ്റവാക്കിൽ എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്ത് ഒരു നന്ദി പറയുന്നു. കോട്ടയം മേഖലാ വികാരി ഫാദർ പ്രദീപ് ആൾത്തറമറിയിൽ, മേഖലാ പാസ്റ്റ് കൗൺസിൽ സെക്രട്ടറി ശ്രീ എജി പാലപ്പാട്ട്, MCA കോട്ടയം മേഖല വൈദിക ഉപദേഷ്ടാവ് രഞ്ജിത്ത് ആളുങ്കൽ, MCA കോട്ടയം മേഖലാ പ്രസിഡന്റ് എബ്രഹാം കെ തോമസ്, കോട്ടയം മേഖല വൈദിക സെക്രട്ടറി ഫാദർ മാത്യു ഈറ്റിക്കൽ, MCCL കോട്ടയം മേഖല ഡയറക്ടർ ഫാദർ ഡേവിഡ് ചെറുവിളയിൽ, പ്രസിഡന്റ് ദിയ ആന്റിനോയി, മാതൃസമാജം കോട്ടയം മേഖല ഡയറക്ടർ ഫാദർ സാം ഒറ്റക്കലിൽ, മേഖലാ പ്രസിഡന്റ് ശ്രീ ജിജി, പദയാത്രാ കൺവീനറും MCA ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ ജസ്റ്റിൻ ജോൺ, പിതാവിന്റെ ജന്മഗൃഹത്തിൽ നിന്നും ഛായാചിത്ര പ്രയാണം ആരംഭിക്കുന്ന അവസരം നൽകിയ ഐക്യമണൽ ശ്രീ ടോബിയോടും കുടുംബത്തോടും അരമന വീട്ടിലെ കുടുംബാംഗങ്ങളോടും പുതനങ്ങാടി മാർ തെയോഫിലോസ് തടത്തിപ്പടി ബഥനി സിസ്റ്റേഴ്സ് ബഥനി ആശ്രമം, വാകത്താനം സെന്റ് തോമസ് മലങ്കര കാത്തലിക് ദേവാലയം, ഇടവുകാരി പള്ളിക്കലച്ചൻ, കമ്മിറ്റി അംഗങ്ങൾ, യുവജനങ്ങൾ, ഇടവുകാംഗങ്ങൾ ഭക്ഷണം നൽകി വലിയ ബലപ്പെടുത്തി പദയാത്രയെ അനുഗ്രഹപ്രദമാക്കിയതിൽ അവരുടെ പങ്ക് വലുതാണ്. തീർച്ചയായും ഈ പദയാത്രയിൽ എത്തിച്ചേർന്നിരിക്കുന്ന MCA ഗ്ലോബൽ പ്രസിഡന്റ് ബിജുസാർ, വൈസ് പ്രസിഡന്റ് ഷിബുസാർ, MCA തിരുവല്ല അതിരുദ്രാസന ഡയറക്ടറായിരിക്കുന്ന മത്തായി മണ്ഡലത്തിൽ MCA അതിരുദ്രാസന പ്രസിഡന്റ് ശ്രീ ബിജു പാലത്തിക്കൽ,
MCC അധിപതിരാസന പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, MCCL ആർച്ച് ഡയറക്ടർ സന്തോഷ് അച്ഛൻ, പാസ്റ്റ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ഷിജു സാർ, പുഷ്പഗിരിയുടെ ഷാജി സാർ, പുഷ്പഗിരിയുടെ മെഡിക്കൽ ടീം നമ്മോടൊപ്പം സജ്ജമായി ഉണ്ടായിരുന്നു. ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അതേപോലെ തന്നെ മദർ ആദ്ര, DM ബ്രസീലിയൻ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ പദയാത്ര ധന്യമാക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള MCA, MCYM മുൻകാല നേതാക്കന്മാർ, സഭാതല സമിതിയിലുള്ള മുൻകാല നേതാക്കന്മാർ എല്ലാവരെയും ഏറെ സ്നേഹത്തോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവത്തിനെ സമർത്ഥമായി. കത്തീഡ്രൽ ദേവാലയത്തിലെ ഇടവുകാരി ജോസ് കല്ലുമാലക്കച്ചൻ, അസിസ്റ്റന്റ് വികാരി നയനാൻ അച്ഛൻ, മറ്റ് ഇടവകാംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, കോട്ടയം മേഖലയുടെ MCYM പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ദീപ്തി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മേഖലാ ഭാരവാഹികൾ, വിവിധ മേഖലകളിൽ നടന്നിട്ടുള്ള നേതാക്കന്മാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വഴികളിൽ ഭക്ഷണം നേർച്ച നൽകിയ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഓർക്കുന്നു. പോലീസ് പ്രവർത്തകര്, മറ്റ് സന്നദ്ധ പ്രവർത്തകര് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. പദയാത്രയുടെ പേരിലുള്ള, തെയോഫിലോസ് പിതാവിന്റെ പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഈ ഒരു നിമിഷം രേഖപ്പെടുത്തുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിനന്ദനായ ഐറേനിയസ് പിതാവേ, വാത്സല്യമുള്ള ജനറാളച്ചന്മാര്, പ്രിയപ്പെട്ട വൈദിക സഹോദരികള്, MCA, MCYM, MCCL, MCMF തുടങ്ങിയ സംഘടനകളുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള പദയാത്രികരെ, ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ അഭിനന്ദനായ തെയോഫിലോസ് പിതാവിന്റെ 70ാമത്തെ ഓർമ്മ പെരുന്നാളിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായി കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് സാമുവേൽ മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് തിരുമേനിയുടെ നാമഹേതുക തിരുനാൾ കൂടിയാണ്. നമുക്കതിൽ വലിയ സന്തോഷമാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ കടന്നു വന്ന വഴികളിൽ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് CBCIയുടെ പ്രത്യേകമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് നാം ഈ പദയാത്രയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾക്കെല്ലാം അക്ഷീണമായി എത്തിച്ച പ്രിയപ്പെട്ട ജനറാളച്ചന്, അതുപോലെ തന്നെ നമ്മുടെ MCYM, MCA തുടങ്ങിയ സംഘടനകളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, വൈദിക സഹോദരികള്, ഈ കത്തീഡ്രൽ ദേവാലയം, അതുപോലെ തന്നെ പാലത്താനത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വികാരി, കമ്മിറ്റി അംഗങ്ങള്, വാത്സല്യമുള്ള അവിടുത്തെ മക്കള്, എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിലെ സ്നേഹവും നന്ദിയും ഞാൻ ഓർത്തുകൊണ്ട് അഭിനന്ദ പിതാവ് ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, പോലെ
നിനക്ക് സമാധാനം. നിറഞ്ഞിരിക്കുന്നവനെ അനുമൂലത്തുന്ന ദിവസത്തിൽ ശശിയെ പുത്തനാക്കി അനുമൂലമാക്കണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ.
മാലാഖകൾ ശുശ്രൂഷിച്ചേറെ വന്നിപ്പവരെ പ്രാർത്ഥനകൾക്കേറെയുടെയും മാലാഖകളുടെയും നാഥാ ൃത്വമായി സ്ഥിതി ചെയ്യും പിതൃസുതപരിശുദ്ധാത്മാവ സത്യേകവരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ യാചന നൽകിയിടുന്നവനെ പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയായ യാചന നൽകണമേ. പരിശുദ്ധനായ ബാബാ തമ്പുരാനെ എന്റെ പരിശുദ്ധനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രനേ ജയമസ്കീവായ ഞങ്ങളെ മാച്ചുകൊള്ളണമേ. പരിശുദ്ധനായ തമ്പുരാനെ ഞങ്ങളെ നിന്റെ നിവാസത്തിന് ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ കീഴിൽ ഞങ്ങളെ മാച്ചുകൊള്ളണമേ. ആമേൻ. മറുപടിയിരിക്കുന്നവൻ ദൈവത്തിന് നൽകിൽ മഹത്വപ്പെടുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും സഖ്യസ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. വിരുദ്ധതയുടെ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ ദൂരം കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റുമായുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും മധ്യാഹ്നത്തിൽ വീശുന്ന കൊടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല. നിന്റെ ഭാഗത്ത് ആയിരങ്ങളും നിന്റെ ഭാഗത്ത് പതിനായിരങ്ങളും വീഴും. എങ്കിലോ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും. എന്നതിന്റെ വാസവരങ്ങളാക്കിയ ശരണമായ കർത്താവ് നീയാവുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയില്ല. എന്നാൽ സകല വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നല്ല മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ തങ്ങളുടെ ഭുജങ്ങളിൽ അവർ നിന്നെ വഹിക്കും. സർപ്പത്തെ അണലിയെ നീ ചവിട്ടും. സുഖത്തെ തിരുപ്പാമ്പിനെ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവനെന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അവരെന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സോട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളിൽ എത്തും. എന്നെ സഹായിക്കുന്നവരോടൊന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവന്റെ കാവൽക്കാർ സമ്മതിക്കുകയില്ല. എന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നിയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നില്ല, ഉറങ്ങുന്നുമില്ല. എന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലതുകൈകൊണ്ട് നിനക്ക് രക്ഷപ്പെടും. പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. ദോഷങ്ങൾ നിന്നെ കാത്തോളും. അവന്റെ ആത്മാവിനെ കാത്തോളും. നിന്റെ കവനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തോളും. ദൈവമേ, സ്തുതിക്കുവാകുന്നു. പാടിക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മെൻപോലം വാദാമൽ പോലം വൽമീനാമേ. തന്റെ കരുണയും കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വരം കേൾക്കുന്നവനേ, എന്റെ കരുണയാം നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മശിഹ, സമാധാനപൂർണമായ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പരിഹരിച്ച് യുഗവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുൻപിൽ നിൽക്കണമേ. നിന്റെ സ്ലീമ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നീരോടിക്കുന്ന നാളുകളെയും നിന്റെ വലതുകൈയിലുമേ ആശ്രയിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ വാഴുവാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ നൽകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സർവ്വപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. താഴ്ത്തുപാട് നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
വിശുദ്ധിയിൽ മാത്രമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയിൽ മാത്രമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. വിശുദ്ധിയിൽ മാത്രമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിനക്ക് സമാധാനം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശവും സദൈവവും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധമായെന്നും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് പ്രകാരം സ്വർഗ്ഗത്തിലേക്ക് കയറി ജീവനെയും മനുഷ്യരെയും വിധിപ്പാൻ വലിയ മോഹത്തോടെയും പരിപാലിക്കുന്നവനും രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനും ഏകർത്താവുമായ പുറപ്പെട്ട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും മുഖാന്തരം സംസാരിച്ചവനുമായി ആധുനികവും ശാരീരികവും മാത്രമേ ഉള്ളൂ. ലോകത്തിലെ നോക്കി പാർക്കുന്നു. ചാത്തും നീതിയനിന്നാചാര്യന്മാരും മഹിമയനിന്നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഞാനുപദേശിക്കും സാക്ഷ്യമിതും ഭാഗ്യമോ ശുചിയോട് ശുദ്ധാഭസ്കുദിശ
ബബുക്കൂലേതോ നിസ്തുവേദനാസേ പറയുമോ പ്രധാന പുരോഹിതനും ദാനത്തുകൾ വിഭജിച്ച് കൊടുക്കുന്നവരും മനുഷ്യമക്കളെ കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവരുമായ കർത്താവിന് സ്തുതി. നിന്റെ ദാസന് ഞങ്ങളുടെ വന്ധ്യപിതാവായ യാക്കോബാസ് പിതാവിന്റെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. വിശുദ്ധിയോടും കൂടെ തിരുവൻപാക ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യനായ യാക്കോബുമാർത്തയോപിതാവിന് വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും ആചാര്യന്മാർക്കും നന്മരായ ശമാശന്മാർക്ക് വേണ്ടിയും അശുദ്ധരമിന്റെ നാശനമായി ഞങ്ങൾ ദയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവരെ ന്യായം വിധിക്കരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധമതപരമായ ഇടപെടലുകളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്കാത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ചുപൂട്ടിയവയായി തീരുവാൻ തക്കവണ്ണം അവയെ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചെതലിനും മുഴുവനും കൂടുകളായി ഭവിക്കുമാറ് അവയെ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും മന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നതല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറയുമോ ജീവിതത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ അധിപതിരാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കുറിലോസ് മെത്രാപ്പോലീത്ത നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ജൂൺ മാസം 28-ാം തീയതി ഏവർക്കും പ്രിയങ്കനായ പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ സാമുവേൽ മാർ ഐറേനിയസ് പിതാവിന്റെ നാമഹേതുക തിരുനാളാണ്. നമുക്ക് ഈ ദിവസം തന്നെ അഭിനന്ദ പിതാവിനെ ഇവിടെ കിട്ടുകയും ഈ പുണ്യദിനത്തിൽ അഭിനന്ദ പിതാവിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകുകയും ചെയ്തത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അഭിനന്ദ പിതാവിന് തിരുവല്ലാധിപത്രാസനത്തിന്റെ പ്രത്യേകമായ നാമഹേതുക തിരുനാളിന്റെ ആശംസകളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദ പിതാവ് ഇപ്പോൾ ഈ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് ഓർക്കുന്നു. Happy feast day to you. Happy feast day to you. Happy feast day to you, dear Abu. Happy feast
Happy feast day to you. ഏറ്റവും സന്തോഷകരമായ ഈ ദിവസം എന്റെ പിതാവിനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നാമഹേതുക തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. MCCL-ന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജസ്മിൻ കൂട്ടുവരിക, MCA-യുടെ പ്രസിഡന്റ് ബിജു ബാലത്തിങ്കൽ, MCMF-ന്റെ പ്രസിഡന്റ് ശ്രീമതി നീലാമ്മ, MCYM-ന്റെ പ്രസിഡന്റ് ഓൾറെഡി സ്വീകരിച്ചു. MCMF ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. സമാപന ആശീർവാദത്തിന് ശേഷം അഭിനന്ദ പിതാക്കന്മാരുടെ സ്നേഹബുദ്ധിയാണ് നമ്മൾ നേർച്ച കഞ്ഞിക്കായിട്ട് പോവുക. നേർച്ച കഞ്ഞി എല്ലാവർക്കും ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഹോളിലാണ്. 5 കൗണ്ടറുകളിലായിട്ട് നേർച്ച കഞ്ഞി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർ ഉൾപ്പെടെ എല്ലാവരും ദയവായി ഹോളിലെ നേർച്ച കഞ്ഞിയിൽ സംബന്ധിക്കണം. അത് കുടിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. അത് നേർച്ചയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളെ രാവിലത്തെ കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. നാളെ ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ത്രീയന്മാരുടെ തിരുനാളാണ്. വികാരി കുർബാന ദിവസമാണ്, പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ തന്നെയാണ് പുണ്യപിതാവായ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാള് നമ്മൾ ആചരിക്കുന്നത്. രാവിലെ 6:15 മണിക്ക് നമ്മൾ പ്രഭാത പ്രാർത്ഥനയോടുകൂടി നാളത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും തന്നെ നാളത്തെ വിശുദ്ധ കുർബാനയിൽ കൂടി വന്ന് സംബന്ധിക്കുമ്പോഴാണ് ഓർമ്മ പെരുന്നാൾ പൂർത്തിയാകുന്നത്. അത് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കുമായിട്ട് നൽകിയിട്ടുള്ള ടാഗ് അത് സ്പോൺസർ ചെയ്തിരിക്കുക കാർഡിയോട്ട് അക്കാദമിയാണ്. അതിന്റെ ഡയറക്ടറായിരിക്കുന്ന ഏറെ ബഹുമാനായ സിജോയ് മാനേജരായിരിക്കുന്ന റാബി അലീഖലച്ചൻ ഉൾപ്പെടെയുള്ളതായ കാർഡിയോട്ടിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട ഷാജിക്കുട്ടി സാർ ഉൾപ്പെടെയുള്ളതായ ആളുകളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ തീർത്ഥാടന പദയാത്രയിൽ അനേകം ആളുകളുടെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങളായിട്ട് അത് പ്രിയപ്പെട്ട ശ്രീ ജസ്റ്റിൻ ജോൺ, MCA അതിബദ്രാസനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജസ്റ്റിൻ ജോണിന്റെ ട്രാവലർ അവിടെ മുതൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ക്രമീകരണങ്ങളായിട്ട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട ജസ്റ്റിനോടും അദ്ദേഹത്തിന്റെ പ്രവർത്തകരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് രഥം ക്രമീകരിച്ചതായ പാമ്പാടി രാമാർട്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ ഗാനം ക്രമീകരിച്ച ശ്രീ ലിജു വടകത്ര മറ്റെല്ലാ ആളുകളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ തീർത്ഥാടന പദയാത്രയ്ക്ക് വലിയ നേതൃത്വം നൽകിയിട്ടുള്ളത് MCOM അതിഭദ്രാസന സമിതി അംഗങ്ങളാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജിബിൻ കെ ജോണിന്റെ നേതൃത്വത്തിലുള്ളതായ സമിതി ഈ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം ഏറ്റെടുത്തു. ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ലിജോ വിൽസൺ, അതോടൊപ്പം തന്നെ ട്രഷറർ ആയിരിക്കുന്ന ശ്രീ ജോബിൻ ജോയ് ഉൾപ്പെടെയുള്ള എല്ലാ അതിഭദ്രാസന ഭാരവാഹികൾക്കും അതിഭദ്രാസന നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ അഭിനന്ദ പിതാക്കന്മാരുടെ ശ്രീഭാമുക്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേർച്ച കഞ്ഞി സ്വീകരിക്കുന്ന എല്ലാവർക്കുമായിട്ട് അഭിനന്ദ പിതാവിന്റെ ഫോട്ടോ ക്രമീകരിച്ചിട്ടുള്ള ഒരു പ്രയർ കാർഡ് അത് MCOM അതിഭദ്രാസന സമിതി നൽകുന്നു. അത് സ്വീകരിച്ച് പന്യപിതാവിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഭവനങ്ങളിലേക്ക് പോകാം. സർവശക്തനായ ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമാകുന്ന ഈ ഓർമ്മ പെരുന്നാളിലും ഈ തീർത്ഥാടന പദയാത്രയിൽ സംബന്ധിച്ച നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാധ്യമാക്കട്ടെ. മുകളിലും താഴെയും ഉള്ളിലും എല്ലാം വിശുദ്ധമായിരുന്നു കർത്താവ് തന്റെ സംരക്ഷണം തന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിയോഗങ്ങളും പ്രാർത്ഥനാ കാര്യങ്ങളും അവിടുന്ന് സാധ്യമാക്കി തരട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ വരുമാനമായി നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ ജലവിഭവങ്ങളെ കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. നിങ്ങൾ പോകുന്ന വഴികളെല്ലാം വിജയപ്രദമാകുവാൻ അവിടുത്തെ വിജയശ്രീവ നിങ്ങളോട് കൂടിയാവട്ടെ. മതിനായ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നിങ്ങളെല്ലാവരും സംരക്ഷിതരാകട്ടെ. നാം ഇപ്പോൾ ഭക്ഷിച്ച് നേർച്ചയിൽ സംബന്ധിക്കുന്നതായ ഈ കാര്യങ്ങളും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. എന്റെ ദൈവമാതാവായ വിശുദ്ധ കന്യകമാതാവിന്റെയും നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും നമ്മുടെ പുണ്യപിതാവായ മാർ ഇമ്മാനുവേൽ പിതാവിന്റെയും ഇന്ന് ഓർമ്മയാചരിക്കുന്ന പുണ്യപിതാവായ തെയോഫിലോസ് പിതാവിന്റെയും
എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. നേർച്ചക്കഞ്ഞിയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നേർച്ചക്കഞ്ഞിയിൽ പങ്കെടുക്കണം. നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഹോളിലാണ് ക്രമീകരിച്ചിരിക്കുക. 5 കൗണ്ടറുകളിലായിട്ട് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വൈദികരെ ഉൾപ്പെടെ എല്ലാവരും ദയവായി ആ ഹോളിൽ പോയി നേർച്ചക്കഞ്ഞിയെ സംബന്ധിക്കണം. നാളത്തെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 6:15 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടുകൂടി ഓർമ്മ പെരുന്നാളിന്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. സാധിക്കുന്ന എല്ലാവരും തന്നെ അതിൽ വന്ന് സംബന്ധിക്കുവാൻ അതിന് ശ്രദ്ധിക്കുക. കോട്ടയം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവർ ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ അവർക്ക് വേണ്ടി 10 വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ വാഹനത്തിന്റെയും മുൻവശത്ത് പോകുന്ന പള്ളികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ദയവായി അത് നോക്കി അവരവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. See